ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് രണ്ടാമത്തെ ഏകദിനത്തിന് വേണ്ടിയാണ്. ആദ്യ ഏകദിനത്തിൽ ഇന്ത്യ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. ഇംഗ്ലണ്ട് നാണം കെട്ടു. അടുത്ത മാച്ച് ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. ആകെ കൂടി 3 ഏകദിനമാണ് ഇന്ത്യ ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുന്നത്. ഇപ്പോഴിതാ രണ്ടാമത്തെ ഏകദിനത്തിൽ വലിയ മാറ്റങ്ങൾ ടീമിൽ വന്നിരിക്കുകയാണ്. കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തി. ഓപ്പണിംഗിൽ രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലുമായിരിക്കും അടുത്ത മാച്ചിൽ കളിക്കാൻ പോകുന്നത്. ജയ്സ്വാൾ ടീമിൽ ഉണ്ടായിരിക്കില്ല. കഴിഞ്ഞ മാച്ചിൽ ജയ്സ്വാളിനെയാണ് ഓപ്പണിംഗിൽ ഇറക്കിയത്. ഇതേ സമയം ശുഭ്മാൻ ഗില്ലാകട്ടെ കോഹ്ലിയുടെ സ്ഥാനത്താണ് കളിച്ചത്. ഗില്ല് മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഏകദിനത്തിൽ കോഹ്ലി ടീമിലേക്ക് തിരിച്ചെത്തും. ഇതോടുകൂടി ജയ്സ്വാളിന് സ്ഥാനം നഷ്ടമാകും. ഗില്ലായിരിക്കും ഓപ്പണിംഗിൽ വരുന്നത്. 4-ാം നമ്പറിൽ ശ്രേയസും 5-ാം നമ്പറിൽ രാഹുലും ഉണ്ടായിരിക്കും. ഹാർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ ടീമിലുണ്ടായിരിക്കും. ഇനി ജഡേജയ്ക്ക് സ്ഥാനം നഷ്ടമാകും. വരുൺ ചക്രവർത്തി ആയിരിക്കും ബൗളിംഗിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇംഗ്ലണ്ട് ഇപ്പോൾ ഇന്ത്യക്ക് വലിയ എതിരാളികളല്ല. ഇന്ത്യ ഈസിയായിട്ട് കളി ജയിക്കുമെന്നത് ഉറപ്പാണ്. രോഹിത് ശർമ്മ കൂടി ഇനി ഫോമിലേക്ക് എത്തിയാൽ പിന്നെ ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. അടുത്ത മാച്ചിൽ കോഹ്ലിയുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയുടെ മധ്യനിര സ്ട്രോങ് ആണ്. ബൗളിങ്ങിലും മികച്ച താരങ്ങളുണ്ട്. T20 പരമ്പര ഇംഗ്ലണ്ടിന്റെ കൈവിട്ടുപോയി. അതുകൊണ്ട് ഏകദിനമെങ്കിലും അവർക്ക് തിരിച്ചു പിടിക്കണം. അവരെ സംബന്ധിച്ച് അടുത്ത ഏകദിനം ജീവന്മാരുടെ പോരാട്ടമാണ്. തോറ്റാൽ പരമ്പര പോകും. അപ്പോൾ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ നോക്കാം. രോഹിത് ഗില്ല്, കോഹ്ലി, ശ്രേയസ്, രാഹുൽ പാണ്ഡ്യ, അക്സർ, വരുൺ, ഹർഷിത് റാണ, കുൽദീപ് യാദവ്, ഷമി. ഇതാണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ. ഇന്ത്യ ടീമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ചാമ്പ്യൻസ് ട്രോഫിക്ക് കുറച്ച് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ഏകദിന പരമ്പര തൂത്തുവാരിയാൽ അത് ഇന്ത്യക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഏകദിനത്തിന് വേണ്ടി കാത്തിരിക്കാം. സഞ്ജു ഇല്ലാത്തത് കൊണ്ട് മലയാളി ആരാധകർ നിരാശയിലാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.